ഹലോ, ഓണമൊക്കെ അല്ലേ വരുന്നത്. ഇതേപോലെ സാരി കൺവേർട്ട് ചെയ്ത് ധാവണി ഉടുത്താലോ? ആദ്യം നമുക്ക് ഒരു സ്കേർട്ടാണ് വേണ്ടത്. നല്ല ഫ്ലെയറായിട്ട് കിടക്കുന്നൊരു സ്കേർട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അത് നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ചങ്ങോട്ട് നീക്കിയാണ് ഞാൻ കുത്തിയേക്കുന്നത്. അത് നമ്മൾ ഉള്ളിലോട്ട് സ്കേർട്ടിൻ്റെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ടക്കിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല സ്കേർട്ട് നല്ല മുറുക്കി വേണം ഉടുക്കാൻ വേണ്ടി. ഞാൻ ആദ്യം ഒരു പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത പ്ലേറ്റും അതേപോലെ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയറായിട്ടുള്ള സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ ടക്കിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഓരോ പ്ലേറ്റും ഞാനിങ്ങനെ ടക്കിൻ ചെയ്തെടുക്കുകയാണ്. ഇച്ചിരി വീതിയുള്ള പ്ലേറ്റാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്കേർട്ടിന് ചെയ്യുന്നത് പോലെ തന്നെ ഓരോരോ പ്ലേറ്റും നമ്മൾ ടക്കിൻ ചെയ്യുകയാണ്. ഉള്ളിലോട്ട് ടക്കിൻ ചെയ്തെടുക്കുകയാണ്. സൈഡിലും കൂടെ നമുക്കൊന്ന് ടക്കിൻ ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോഴത്തേക്ക് താഴെയും അതേപോലെ ലെവലായിട്ട് വരും പ്ലേറ്റ്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്യാം. ജസ്റ്റ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് നമ്മൾ പുറവശത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറവശത്ത് ഞാൻ പ്ലീറ്റ് എടുക്കുന്നില്ല. ജസ്റ്റ് അതൊന്ന് ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എന്തെന്നാൽ നമുക്ക് ധാവണി ഉടുക്കുമ്പം തികയത്തില്ല. പുറവശത്തും കൂടെ എടുക്കുമ്പോഴത്തേക്ക് പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് തികയത്തില്ല. അഥവാ നിങ്ങൾക്ക് പുറവശത്ത് പ്ലീറ്റ് എടുക്കണമെങ്കിൽ ഒരു 1.5 മീറ്റർ തുണി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പുറവശത്ത് നമുക്ക് പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ ഓൾറെഡി ഫസ്റ്റ് പ്ലേറ്റ് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാരി ഉടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പ്ലേറ്റ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബ്ലൗസ് മാറി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്നത് കണ്ടില്ലേ, ഈ ബാക്കി വന്ന തുണിയെടുത്ത് നമ്മൾ ഇച്ചിരി നല്ല രീതിയിൽ വലിച്ച് അവിടെ ഞാൻ ജസ്റ്റ് സേഫ്റ്റി പിൻ കുത്തിയിട്ടില്ല, ജസ്റ്റ് ഉള്ളിലോട്ട് ടക്കിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ സേഫ്റ്റി പിനൊക്കെ ഒന്ന് ജസ്റ്റ് കുത്തി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നൂറുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫസ്റ്റ് പ്ലേറ്റും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ധാവണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നമ്മൾ കറക്റ്റ് ധാവണി മോഡൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ധാവണി മേടിക്കാതെ ഇതേപോലെ സാരി ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ.